ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 25,900 വരെയുള്ള ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26,000 ഒരു ഫസ്റ്റ് ടാർഗറ്റ്, അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അഗെയിൻ മാർക്കറ്റ് ഒരു 26,120 ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു കറക്റ്റ് ലെവല് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ആ ഒരു ലെവലിന്റെ മുകളിലാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ്. അപ്പൊ അവിടുന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 26,000 അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് വന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് റിജക്ഷൻ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഓർഡർ ഫ്ലോ ചാർട്ടിലെ ഒരു റിജക്ഷൻ വന്ന കാര്യം. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ മാർക്കറ്റ് മാർക്കറ്റ് പ്രൊഫൈലുള്ള ഓർഡർ ഫ്ലോ ചാർട്ടിലെ ഒരു 10:30യുടെ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ലിമിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു റിജക്ഷൻ പാറ്റേൺ, റിവേഴ്സൽ പാറ്റേൺ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫർദർ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഫർദർ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല. ഇവിടെ കുറെ ലിമിറ്റ് ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ് കുറെ മാർക്കറ്റിൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് ഈ ഒരു റിവേഴ്സൽ പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നാളത്തേക്കുള്ള ഒരു ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലുള്ള ചാർട്ട്സിന്റെ ലെവൽസ്, ഫ്യൂച്ചറിന്റെ ലെവൽസും സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ രണ്ടും നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗ്രൂപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക്, അതായത് ആലിസ് ബ്ലൂവിൽ നമ്മുടെ റെഫറൽ ലിങ്ക്, ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളോടൊപ്പം ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ലൈവ് ട്രേഡിംഗിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നാളത്തേക്ക് ഞാൻ നോട്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത്, അതായത് നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 26,000 ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡിലേക്ക് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ 26,120 വരെയുള്ള ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ലോങ് എൻട്രിക്ക് നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 26,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ അവിടെ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 120 പോയിന്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ഞാൻ നോക്കുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമാണ്. 25,800 താഴെയായിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് മാർക്കറ്റിന് താഴേക്ക് പോകാനായിട്ട്. അപ്പൊ കുറച്ചുകൂടെ നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലൂടെ ബ്രേക്ക് എടുക്കുന്നതാണ്. അതായത് 25,780 താഴെയായിട്ട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25,700 ലെവലാണ്. അപ്പം ഇതൊരു ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ താഴെ അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26,635 എന്ന് പറയുന്ന ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ അപ് സൈഡിലേക്ക് ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ലെവലാണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലൊന്നും അല്ല. 26,120 ലെവൽ മുതൽ 26,150 ലെവൽ വരെയുള്ള ചെറിയൊരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയ അഗെയിൻ മാർക്കറ്റിൽ ഒരു ഫർദർ ആയിട്ടുള്ള അപ് സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ 1 അവറിന് ശേഷം നിങ്ങൾ മാർക്കറ്റിന്റെ ട്രെൻഡിങ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഒരു നല്ല ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ടാർഗറ്റിനൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് നല്ലത്. നമ്മളൊരു ചാർട്ട് പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സ്പേസ് ഉള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം അതിനിടയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് 26,350 ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ വന്നിട്ടുണ്ട്. പ്രീവിയസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയ ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഒരു സ്പേസ് ഉണ്ട്. അപ്പം 26,150 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 26,360 വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക.
26,120 മുതൽ 150 വരെ ലെവൽ നിങ്ങൾ ജസ്റ്റ് ഞാനൊരു നോ ട്രേഡിംഗ് സോൺ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ചെറിയൊരു ഏരിയ ആണ്, ഇത്ര ഇമ്പോർട്ടന്റ് ആ ലെവൽ ഒന്നും അല്ല. നോ ട്രേഡിംഗ് സോൺ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് ഈ ലെവല് മാർക്കറ്റ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 26,360 ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനിടയിൽ അത്രയും വലിയൊരു ടാർഗറ്റ് ആണ്. അപ്പം നിങ്ങൾ മാർക്കറ്റ് ട്രെൻഡിങ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഓക്കെ, അപ്പം നാളത്തേക്കുള്ള ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലേക്ക് പോവാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ നമ്മൾ നാളത്തേക്ക് മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നാളത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ POC ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 26,000, അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്, ഇതൊരു POC ആണ്, ഇന്നത്തെ POC ആണ്. അപ്പം അതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും റെഫറൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 25,970, അതേപോലെ തന്നെ 26,026 എന്ന് പറയുന്ന ലെവല് വാല്യൂ ഏരിയ ഹൈ ആണ്. അപ്പം ഈ ഒരു ലെവലിന്റെ ഉള്ളില് മാർക്കറ്റ് ഫ്യൂച്ചറിന്റെ ചാർട്ട് നാളത്തെ ഒരു ഓപ്പണിംഗ് ഈ ഒരു ലെവലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ വലിയൊരു ട്രെൻഡിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വാല്യൂ ഏരിയ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, 26,020യും അതുപോലെ തന്നെ ഡൗൺ ലെവൽ എന്നാണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 25,970 ആ ഒരു ലെവലാണ്. അപ്പം ഇതിനിടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു വലിയൊരു ഹൈയുടെ മുകളിലാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്കിൽ ചിലപ്പം ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് ആ ഒരു ANB പീരീഡിന്റെ ഓപ്പണിംഗ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഡയറക്റ്റ് കോൾ ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ മാസവും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നാളത്തെ ഒരു ഓപ്പണിംഗ്, അതായത് ഈ ഒരു വാല്യൂരിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാർട്ട്സ് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.